വിനീഷ്യസ് ജൂനിയർ പറയുന്നത് എല്ലാവരും കേട്ടു. ക്രിസ്ത്യാനി റേസിസ്റ്റ് ആണെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് സൈഡും കേൾക്കണമല്ലോ. വിനീഷ്യസ് ജൂനിയർ പറയുന്നതും കേൾക്കണം, ക്രിസ്ത്യാനി പറയുന്നതും കേൾക്കണം. അപ്പോൾ ക്രിസ്ത്യാനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഹെർമോനോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ക്രിസ്ത്യാനി പറയുന്നത്. വിനീഷ്യസ് ജൂനിയർ പറയുന്നത് എന്നെ മങ്കി എന്ന് വിളിച്ചു. മങ്കി എന്ന വാക്കിൻ്റെ സ്പാനിഷ് പദം, സ്പാനിഷിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, മോനോ എന്നാണ്. അപ്പോൾ മോനോ എന്നാണ് എന്നെ വിളിച്ചതെന്നാണ് വിനീഷ്യസ് പറയുന്നത്. ഹെർമോനോ എന്ന് വിളിച്ചെന്നാണ് ക്രിസ്ത്യാനി പറയുന്നത്. രണ്ട് വാക്കിന് സിമിലാരിറ്റി ഉണ്ടല്ലോ. ഹെർമോനോ മോനോ, MANOയും MONOയും ആണ്, സിമിലാരിറ്റി ഉണ്ട്. പിന്നെ ഈ വിനീഷ്യസ് ജൂനിയർ ആകട്ടെ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പോർച്ചുഗീസാണ്. അദ്ദേഹം സ്പാനിഷ് പഠിച്ചിട്ടുള്ളത് സ്പെയിനിൽ വന്നിട്ടാണ്. കിലിയൻ എംബാപ്പെ, കമവിങ്ക, ഇവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഫ്രഞ്ചാണ്. അപ്പോൾ ഇവരുടെ ഒന്നും ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്പാനിഷ് അല്ല. പക്ഷേ ഇവർക്കെല്ലാം സ്പാനിഷ് അറിയാം. ഏത് സ്പാനിഷ് അറിയാം? സ്പെയിനിലെ സ്പാനിഷ് അറിയാം. സ്പെയിനിൽ വന്നതിന് ശേഷമുള്ള ആ ഒരു സ്പെയിനിലെ സ്പാനിഷ് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഈ ക്രിസ്ത്യാനി സംസാരിക്കുന്നത് അർജന്റീനയിലെ സ്പാനിഷാണ്. രണ്ടും സ്പാനിഷ് അല്ലേ, ഇതിലെന്ത് വ്യത്യാസം ഉണ്ട് തോന്നാം. ഈ ചെറിയ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 14 ജില്ലയിൽ സംസാരിക്കുന്ന 14 മലയാളമാണ്. എനിക്ക് തോന്നുന്നു ഓരോ പഞ്ചായത്തിൽ ഓരോ മലയാളമാണ്. ഒരു സ്ഥലത്ത് സംസാരിക്കുന്ന സാധാരണ കോമൺ ആയിട്ട് സംസാരിക്കുന്ന വാക്ക് വേറൊരു സ്ഥലത്ത് ചിലപ്പോൾ ഒരു ബാഡ് വേർഡ് ആയിരിക്കാം. കേരളത്തിൽ തന്നെ നിങ്ങൾക്കറിയാലോ അങ്ങനത്തെ വാക്കൊക്കെ. അപ്പോൾ രണ്ട് രാജ്യത്തിൽ സംസാരിക്കുന്ന സ്പാനിഷിന് വ്യത്യാസം കാണത്തില്ലേ? അപ്പോൾ ഞാനൊന്ന് ചുമ്മാ തപ്പി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അർജന്റീനയിലെ യുവാക്കൾ ഹെർമോനോ എന്നതിനെ ചുരുക്കി മോനോ എന്ന് പറയാറുണ്ട്, മോനോ എന്ന് വിളിക്കാറുണ്ട്. ബ്രദർ തന്നെ ചുരുക്കി ബ്രോ എന്ന് പറയത്തില്ലേ? സെയിം സാധനം അവർ ചെയ്യാറുണ്ട്. അതായത് ഒരു പക്ഷേ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ റേസിസമാണ്, നമുക്കത് ആലോചിക്കാൻ പറ്റില്ല. ഇനി അതല്ല, ഈ ഒരു അർജന്റീനൻ താരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ എങ്ങനെ അത് തെളിയിക്കൂടെ? ഒരു ലൈഫ് ലോങ് മൊത്തത്തിൽ അങ്ങനെ റേസിസ്റ്റ് ആണെന്ന് പറഞ്ഞങ്ങ് നടക്കണം അല്ലേ? എങ്ങനെ തെളിയിക്കും? ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല അദ്ദേഹത്തിന് തെളിയിക്കാനായിട്ട്. ഓക്കെ, വാ മൂടി, അതിപ്പോൾ നോർമലി പ്രൊഫഷണൽ പ്ലേയേഴ്സൊക്കെ കൈവച്ച് മൂടാറുണ്ട്, തുണി വെച്ച്, അതായത് അവരിട്ടിരിക്കുന്ന ജേഴ്സി വെച്ച് വേറെയും പ്ലേയേഴ്സ് മൂടിയിട്ടൊക്കെ കൊണ്ടുപോകാം. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ വരും. അപ്പോൾ ഇത് കോമൺ ആയിട്ട് വരുന്നൊരു സാധനമാണ്. ഇതിപ്പോൾ തെറ്റിദ്ധരിച്ചതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ വല്ലതും തോന്നാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന കാര്യം ഇതാണ്. രണ്ട് വാക്കിനും വളരെ സിമിലാരിറ്റി ഉണ്ട്. അർജന്റീനക്കാർ അവരുടെ നാട്ടിൽ ആ രീതിയിൽ സംസാരിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ളത് തന്നെയല്ലോ, ഒരു സ്ഥലത്ത് സംസാരിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്ക് വേറെ സ്ഥലത്ത് വേറെ രീതിയിൽ ബാഡ് വേർഡായിട്ട് കാണാറുണ്ട്. ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ആയേക്കാം. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്തേക്കാം.